ശബരിമലയിൽ പോലീസിന്റെ നാലാമത്തെ ബാച്ച് ചുമതലയേറ്റു. പുതിയതായി 10 ഡിവൈഎസ്പിമാരുടെ കീഴിൽ 36 സിഐമാരും 105 SI, ASIമാരും 1375 സിവിൽ പോലീസ് ഓഫീസർമാരാണ് തിങ്കളാഴ്ച ചുമതലയേറ്റത്. ഡിവൈഎസ്പിമാർക്കും പോലീസ് ഇൻസ്പെക്ടർമാർക്കും സ്പെഷ്യൽ ഓഫീസർ ദേവസ്വം കോംപ്ലക്സ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകി. പോലീസുകാർ അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ തൊഴിയിക്കാൻ വരും. അത് നമുക്ക് പരാതിയും പരിഭവമൊന്നുമില്ല. ദേവസ്വം ബോർഡുകാർ വരും, വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾ വരും. അവരെല്ലാം വന്നോട്ട്, കുഴപ്പമില്ല. അത് പ്രധാന പൂജ സമയത്ത് അവർ വന്ന് ശല്യം ചെയ്തു. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അവരെ പിടിച്ച് നമ്മൾ ഫ്രണ്ടിലങ്ങ് നിർത്തിയാൽ പിന്നെ തൊഴാൻ പറ്റുമോ സ്വാമിമാർക്ക്? ഇല്ല. അവരൊക്കെ തിരക്ക് കുറഞ്ഞ സമയത്ത് പോലീസുകാരെ നിങ്ങൾ ബ്രീഫ് ചെയ്യണം. ഇപ്പം പറഞ്ഞ എന്താണെന്ന് മനസ്സിലായി. വലിയ നടപ്പന്തലിൽ നടന്ന ചടങ്ങിൽ നാലാമത് ബാച്ച് പോലീസ് സേനയ്ക്ക് സ്പെഷ്യൽ ഓഫീസർ, ജോയിന്റ് സ്പെഷ്യൽ ഓഫീസർ, അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസർ എന്നിവർ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി. സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസറായ B. കൃഷ്ണകുമാർ, അസിസ്റ്റന്റ് സ്പെഷ്യൽ ഓഫീസറായ TN സജീവ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസിന്റെ പുതിയ ബാച്ചിനെ വിന്യസിച്ചിരിക്കുന്നത്. തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വരുത്തിയിരിക്കുന്ന ക്രമീകരണങ്ങൾ ഓരോ ഉദ്യോഗസ്ഥരും കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നും തീർത്ഥാടകരോട് സൗമ്യമായി പെരുമാറണമെന്നും സ്പെഷ്യൽ ഓഫീസർ നിർദ്ദേശിച്ചു. അയ്യപ്പ ഭക്തന്മാർക്ക് സുഗമമായ ദർശനമൊരുക്കണമെന്നും അവരുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനായി എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ നിർദ്ദേശം നൽകി. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ശബരിപീഠം മുതൽ പാണ്ടിത്താവളം വരെ 10 ഡിവിഷനുകളിലായി പുതിയ ബാച്ചിനെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. വിവാഹ പർച്ചേസുകൾ കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പർച്ച് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.